ഹലോ, നമ്മുടെ പവിത്രം സീരിയലിൻ്റെ ഇന്നത്തെ പുതിയ വിശേഷത്തിലോട്ട് ഏവർക്കും സ്വാഗതം. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ വേദ അമ്മ കമലയോട് വിക്രമിനെ കൊണ്ട് തനിക്ക് കുറച്ച് നേർച്ചകളുണ്ടെന്നും തന്നോടൊപ്പം അമ്പലത്തിൽ വരണമെന്നും അമ്മയെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. അങ്ങനെ പറയിപ്പിച്ച് വേദയും വിക്രമും കൂടെ ആദ്യം സമ്മതിച്ചില്ല. വിക്രം എനിക്ക് വലിയ പറ്റില്ല എന്നൊക്കെ കുറച്ച് റീസൺ പറഞ്ഞു. പക്ഷേ എങ്കിലും കമല താക്കീത് ചെയ്ത് നിർബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഹോമിയോ ഹോസ്പിറ്റലിൽ പോവേണ്ട, നീ വേദയുടെ ഒപ്പം പൊക്കോണം, വേറെ മറുത്തൊന്നും പറയണ്ട എന്ന് തീരുമാനിച്ച് എന്നെ കമല പറയാണ്. അങ്ങനെ വിക്രം അമ്പലത്തിലോട്ട് വേദയും കൂടെ പോവാണ്. അതിൻ്റെ പിന്നാലെ തന്നെ നമ്മുടെ നന്ദിനിക്ക് ഇരിക്കപ്പുറത്തില്ല. ഇനി എന്ത് നേർച്ചയാണ് വിക്രമിനെ കൊണ്ട് ഇവള് ചെയ്യാൻ പോയിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ ശ്രീജനെയും കൂടെ ചട്ടം കെട്ടി നന്ദിനിയും ശ്രീജയും അമ്മ ഹോമിയോയിൽ പോയിട്ട് വന്ന പാട് തന്നെ റെഡിയായിട്ട് അവരും കൂടെ അമ്പലത്തിലോട്ട് പോവാണ്. പക്ഷേ നന്ദിനിക്ക് അവിടെ ചെന്നതും 8ൻ്റെ പണി നമ്മുടെ വേദ കൊടുക്കുന്നുണ്ട്. കാര്യം എന്ന് വെച്ചാൽ 1000 ഓം നമ ശിവായും 21 അമ്പലനട ഒറ്റ കാലയിൽ ഇങ്ങനെ ഒറ്റ നടയായിട്ട് നടന്ന് നേർച്ചയും കൊടുത്തു. അപ്പം നന്ദിനിക്ക് ആകെ അടിയായിപ്പോയി. അപ്പം പിന്നെ വഴിപാടിന് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ശബരിമല വൃശ്ചിക മാസം 41 ദിവസത്തെ വ്രതം എടുത്ത് മാലയിട്ട് പോകാം എന്നുള്ളതും ശയനപ്രദക്ഷിണവുമാണ് വേദ നേർച്ചയായിട്ട് വെച്ചത്. അങ്ങനെ പൂജാരി വന്നു, കൗണ്ടറിൽ പോയി പൈസയൊക്കെ അടച്ച് അതിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചു. അപ്പം പൂജാരി വന്നിട്ട് വിക്രമിനോട് പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ കുളിച്ചിട്ട് വന്ന് പനിനീരൊക്കെ കൊടുത്തിട്ട് അവർ അമ്പലനട ശയനപ്രദക്ഷിണം തുടങ്ങി. വിക്രം അന്തം വിട്ടിങ്ങനെ കേൾക്കുന്ന ശയനപ്രദക്ഷിണോ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ വേദ പറഞ്ഞു, അതൊക്കെ എൻ്റെ നേർച്ചയാണ്, വിക്രം ചെയ്യുമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ 3 കൂടെ ശരണം വിളിച്ച് അതങ്ങനെ അമ്പലനട ഫുള്ളും ശയനപ്രദക്ഷിണം ചെയ്തു കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ, വിക്രമിൻ്റെ ഈ ചെയ്ത പാപങ്ങളൊക്കെ ഇതിലൂടെയെങ്കിലും ആ വ്രതം നോറ്റ് പോകണം എന്നുള്ള ഇതിലും, പിന്നെ വേദ അത് കണക്കാക്കിയാണെങ്കിൽ കൂടിയും വേദ വിക്രമിനെ ഇനി ഒരു കുറച്ച് നാളെങ്കിലും ആ വിക്രമിൻ്റെ ഒരു ചേഞ്ച് ലൈഫിൽ വരാൻ വേണ്ടിയിട്ടും കൂടെയാണ് ഈ ഒരു കാര്യം ചെയ്തത്. അപ്പോൾ എല്ലാ ഇതും അയ്യപ്പ ഭഗവാൻ മാറ്റി കൊടുക്കും എന്നുള്ള ഒരു രീതിയിൽ വേദ ഈ നേർച്ച നേർന്നു. അങ്ങനെ ശയനപ്രദക്ഷിണം കഴിഞ്ഞ് വന്നിട്ട് വീണ്ടും ഒന്നും കൂടെ പോയി കുളിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ആ സമയത്ത് ശ്രീജയുടെ അടുത്ത് പറഞ്ഞു, ഞാൻ കൗണ്ടറിൽ പൈസ അടച്ചിട്ടുണ്ട്, ശ്രീജേട്ടത്തി ആ മാലയും കാര്യങ്ങളും കറുത്ത വസ്ത്രങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അവർ പോയി മേടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആ നടയിൽ വെച്ച് അയ്യപ്പ നടയിൽ വെച്ച് മാലയിടുകയാണ് വിക്രം. അങ്ങനെ വിക്രം കാര്യം വേദ നേർന്നു എങ്കിലും വിക്രം അത് മനസ്സുകൊണ്ട് അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ നന്ദിനി പറയുന്നുണ്ട്, പാവം നമ്മുടെ വിക്രം മനസ്സിൽ പറയാണ്, 8ൻ്റെ പണി കിട്ടിയണക്കുള്ളൊരവസ്ഥയായി പോയല്ലോ എന്നുള്ളതൊക്കെ. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ വേദ ഉദ്ദേശിച്ച കണക്ക് എല്ലാ കാര്യങ്ങളും നിറവേറാൻ പറ്റി. ആ നേർച്ചകളും വഴിപാടുകളും എല്ലാം നടത്തി അവർ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. അപ്പം വേദയും വിക്രമും ബൈക്കിലും, അവർ ജംഗ്ഷനിൽ നിന്ന് ഓട്ടോയിലുമാണ് വരുന്നത്. അങ്ങനെ റോഡിൽ അവർ ബൈക്കിൽ കുറച്ച് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പം തന്നെ വിക്രമിന് രാജേട്ടൻ്റെ ഒരു കോള് വരികയാണ്. അപ്പോൾ ഞാൻ ദേ വരുന്നുണ്ട്, ഞാൻ വന്നിട്ട് പണിയാമെന്ന് പറഞ്ഞ് ഫോൺ വെക്കണതും വേദ ആ ഫോൺ മേടിച്ചിട്ട് ചാടി ഇറങ്ങുകയാണ് ബൈക്കിൽ നിന്ന്. അതെ, ഇങ്ങനെ കഴുത്തിൽ ഫോണും പിടിച്ച് വെച്ച് വണ്ടി ഓടിക്കാനാണെങ്കിൽ ഫോൺ ഞാൻ തരില്ല എന്ന് പറഞ്ഞ് വേദ വഴക്ക് കൊടുത്തു കേട്ടോ. അപ്പോൾ വിക്രം പറഞ്ഞു, അതെ ഞാൻ ഇനി എടുക്കില്ല ഫോൺ, നീ ഇങ്ങോട്ട് താന്നും പറഞ്ഞ് എടുക്കുക. എന്നിട്ട് വേദ പറയും, ഫോൺ ഇനി എടുക്കില്ലല്ലോ, ഉറപ്പാണെങ്കിൽ ഞാൻ ഫോൺ തരത്തുള്ളൂ എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഇല്ലയെന്ന് പറഞ്ഞ് വിക്രം ഫോൺ മേടിച്ചിട്ട് വേദ ബൈക്കിലോട്ട് കയറാൻ വരുമ്പോൾ 1-2 പ്രാവശ്യം ഇങ്ങനെ വണ്ടി എടുത്തുകൊണ്ടൊക്കെ പോയി. പിന്നെ തിരിച്ചു വന്ന് വേദയെ കയറ്റിക്കൊണ്ട് പോകണം. ആ സമയത്ത് നമ്മുടെ മാഷ് വീട്ടിലേക്ക് വേണ്ട കുറച്ച് അരിയും പലചരക്ക് സാധനങ്ങളൊക്കെ മേടിച്ച് പാവം വിയർത്ത് ആ സൈക്കിളിൽ വെച്ച് കെട്ടിക്കൊണ്ട് വരികയാണ്. അപ്പോൾ ഇത് നന്ദിനിയുടെ അടുത്തോ മറ്റോ വന്ന് എടുത്തുകൊണ്ട് പോകാൻ പറയുന്നുണ്ട്. അപ്പോൾ കമല പറയുന്നുണ്ട്, മാഷ് അവരൊക്കെ അമ്പലത്തിൽ പോയിക്കുകയാണ്, വേദ മോള് എന്തോ നേർച്ചകളൊക്കെ നേർന്നിട്ടുണ്ട് വിക്രമിനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ. അപ്പോൾ അത് എന്താണെന്ന് അറിയാൻ വേണ്ടി നന്ദിനിയും ശ്രീജയും കൂടെ പോയിക്കുകയാണെന്ന് പറയാം. അപ്പോൾ എന്ത് നേർച്ച അതറിയില്ല. ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ നമ്മുടെ വിക്രമും വേദയും കൂടെ ബൈക്കിൽ വരികയാണ്. അപ്പം വിക്രമിനെ കണ്ടതും കമല അങ്ങ് അന്താളിക്കുകയാണ്. കാരണം അയ്യപ്പ വേഷത്തിലല്ലേ പറഞ്ഞത്, മാല ഇട്ടു ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി. സത്യം പറഞ്ഞാൽ മാഷിൻ്റെ മനസ്സിൽ പോലും അതിൻ്റെ ഒരു കുളിർമ അല്ലെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം വന്നു. പക്ഷേ എങ്കിലും മാഷ് പറഞ്ഞ്, അതെ ശയനപ്രദക്ഷിണം ചെയ്യുകയാണല്ലോ വന്നത്. അപ്പം നന്ദിനി ശ്രീജ ആ സമയത്ത് തന്നെ ഓട്ടോറിക്ഷയിൽ എത്താണ്. അങ്ങനെ ഓട്ടോറിക്ഷ എത്തിയുണ്ട് നന്ദിനി ഓടി വന്ന് പറയേണ്ട, അമ്മേ ഈ വേദ വിക്രമിനെ ഇന്നിട്ട് ഡങ്ങേറുപെടുത്തി അമ്മേ, ശയനപ്രദക്ഷിണം സാധാ എല്ലാവരും ചെയ്യും പോലെയല്ല, അവൾ ആ അമ്പലമതിലിനെ അവിടെ ചുറ്റും ആ കല്ലിലൊക്കെ ചെയ്യിപ്പിച്ചു. അപ്പം മാഷ് പറയുന്നുണ്ട്, നീ ഒന്നും മിണ്ടാതിരിക്കുക വേദയല്ല നന്ദിനി, ശയനപ്രദക്ഷിണമൊക്കെ നല്ലതാണ്, കുറേ പാപങ്ങളൊക്കെ ചെയ്തിട്ടുള്ളതല്ലേ, ഇച്ചിരി തൊലി പോയാലും കുഴപ്പമില്ല, പാപങ്ങളെ കറ
കുറേയൊക്കെ ഒന്ന് ഇറങ്ങിപ്പോട്ടെ എന്ന് പറഞ്ഞ് പറയുന്നുണ്ട്. അപ്പം നമ്മുടെ കമലയും പറയുന്നുണ്ട് നന്ദിനിക്ക് എന്നാലും സഹിക്കാൻ പറ്റുന്നില്ല, കാരണം വേദ മനഃപൂർവ്വം ഇത് ചെയ്യിപ്പിച്ചു എന്നാണ് പറയണത്. എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് നിൻ്റെ ആ പുറത്ത് ഷർട്ട് മാറ്റി കാണിച്ചു കൊടുക്കുക അമ്മേനെ, എന്തോരം തൊലി പൊട്ടിയെന്നൊക്കെ. അപ്പോൾ നീ എന്നൊന്നും വിളിക്കല്ലേ എന്ന് കമല പറയുന്നുണ്ട്, കാരണം അവൻ മാല ഇട്ടൊക്കെയാണ്. അപ്പോൾ വിക്രമിനെ ഇനി സ്വാമി എന്നോ മറ്റൊക്കെ വിളിക്കാവും. അപ്പോൾ നന്ദിനി എന്നാൽ സ്വാമിജി അതൊന്ന് കാണിച്ചു കൊടുക്കും എന്നൊക്കെ പറഞ്ഞ് അവരെ മുമ്പിൽ കിടന്ന് ഷോ കാണിക്കുകയാണ്. അപ്പോൾ മാഷ് പറയും നന്ദിനി നീ മിണ്ടാതിരിക്കുന്ന അകത്ത് കയറി പോകുമെന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അവരെല്ലാവരും പോകണം. എന്നിട്ട് ശ്രീജ പറഞ്ഞു കുറച്ച് ചൂടുവെള്ളം ചൂടാക്കി തരാം, ദേഹത്ത് പിടിക്കുക. എന്നിട്ട് നന്ദിനി പറയുന്നുണ്ട് വിക്രം വരികയാണെങ്കിൽ മരുന്നുണ്ട്, ഞാൻ ആ മരുന്ന് പുറത്ത് പുരട്ടി തരാമെന്ന്. എന്നിട്ട് വിക്രമിനെ വിളിച്ചുകൊണ്ട് വേദ പോവാണ്. ഇതൊക്കെ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ നമ്മുടെ കമലയ്ക്കൊക്കെ ഒരുപാട് സന്തോഷമാവുകയാണ്. കാര്യം ഒരിക്കലും തൻ്റെ മോനെ നല്ല രീതിയിൽ ഇങ്ങനെ ആക്കിയെടുക്കാൻ പറ്റില്ല എന്നൊരു കൺസെപ്റ്റിലാണ് കമലയും നമ്മുടെ മാഷുമൊക്കെ ഇരുന്നത്. പക്ഷേ വേദയ്ക്ക് ഇത്രയെങ്കിലും പറ്റുന്നുണ്ടല്ലോ. അപ്പോൾ അവർക്ക് ഉറപ്പാണ്, കമല പറയുന്നുണ്ട് നമ്മുടെ മോനെ പഴയ വിക്രമായിട്ട് തന്നെ നമ്മുടെ വേദ തിരിച്ചു തരും മാഷി, ഉറപ്പാണ്. എൻ്റെ കമല പറയുന്നുണ്ട് ഒരുപാട് ചൂടിൽ നമ്മൾ ഒരിറ്റ് വെള്ളത്തിന് വേണ്ടി ദാഹിച്ചിരുന്ന സമയത്ത് ഒരിറ്റ് കാറ്റ് നമുക്ക് ആശ്വാസം പോലെ വന്ന് വീശുമ്പോൾ ഉള്ളൊരു ആശ്വാസം ഉണ്ടല്ലോ മാഷെ, ആ ഒരു ആശ്വാസം എനിക്ക് തോന്നുന്നുണ്ട് മാഷിനും അതുണ്ടാവുമെന്ന് എനിക്കറിയാമെന്ന് കമല പറഞ്ഞപ്പോൾ മാഷ് പറഞ്ഞു ശരിക്കും നീ പറഞ്ഞത് ശരി തന്നെ, ആ ഒരു ആശ്വാസം എനിക്കുണ്ട്. പക്ഷേ ആ ആശ്വാസം എന്നും നിലനിൽക്കാൻ അയ്യപ്പ ഭഗവാൻ തന്നെ സാക്ഷാൽ അതിനുവേണ്ടി അനുഗ്രഹിക്കണമെന്ന് മാഷിങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ അവർക്ക് വലിയ സന്തോഷമാവുകയാണ്. അത് വേദയ്ക്കും ഒരുപാട് സന്തോഷം, അച്ഛൻ്റെ അമ്മയുടെ ആ സന്തോഷം കണ്ടപ്പോൾ വേദയ്ക്കും. വിക്രമിന് പിന്നെ അതങ്ങ് അക്സെപ്റ്റ് ചെയ്തു. കാരണം എന്ന് വെച്ചാൽ എന്തുകൊണ്ടും ഒരു വിക്രമിനും സ്വമേധ ഇതിൽ നിന്നൊക്കെ മാറി നല്ലൊരു ലൈഫ് ജീവിതം ജീവിക്കണം എന്നുള്ളതൊക്കെ വിക്രമിൻ്റെ ഉള്ളിലുണ്ട്. പക്ഷേ പിന്നെയും സാഹചര്യങ്ങൾ അങ്ങനെ ആയി വരികയാണല്ലോ. അതുകൊണ്ടാണ് പിന്നെ വിക്രമും ഇതിലൊക്കെ വീണ്ടും പെട്ടുപോണത്. അങ്ങനെ റൂമിൽ ചെന്നിരിക്കുമ്പോൾ വേദ കുറച്ച് സീരിയസ് ആയിട്ട് തന്നെ വിക്രമിനോട് സംസാരിക്കുന്നുണ്ട്. വിക്രം എന്നോട് ക്ഷമിക്കണം, ഞാനൊന്നും വിചാരിച്ച് മനഃപൂർവ്വം ചെയ്തതല്ല. വിക്രമിന് ഒരു ചേഞ്ച് എന്തുകൊണ്ടും നല്ലതാണ്. നമ്മുടെ ലൈഫിലെ എല്ലാ ഇതും മാറി നല്ലൊരു ജീവിതം നല്ലൊരു വിക്രമായി വരാൻ വേണ്ടി എത്രയോ പേര് വ്രതം നോറ്റ് പിന്നെ കുടിയൊക്കെ നിർത്തി മദ്യപാനമൊക്കെ മുഴുവനും ഒഴിവാക്കി പുതിയൊരു ജീവിതത്തിലോട്ട് വന്നിട്ടുണ്ട്. അതുപോലെ വിക്രമിനും മാറാൻ പറ്റും എന്നുള്ളത് വേദ പറയുന്നുണ്ട്. ആ വിക്രമാനന്ദൻ എന്നുള്ളതിൽ വിക്രം മാറ്റി ആനന്ദൻ, അങ്ങനത്തെ ഒരു നല്ല മനസ്സുള്ള നല്ല ഒരു ഉടമയായിട്ട് വിക്രം തിരിച്ചു വരണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാനിത് ചെയ്തതെന്നൊക്കെ വേദ പറയുന്നുണ്ട്. അത് കുഴപ്പമില്ല സാരമില്ല എന്ന് പറയുന്നുണ്ട്. എൻ്റെ വേദ എന്തോ ഒരു മരുന്ന് ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്തപ്പോൾ കുറച്ച് തൊലിയൊക്കെ പൊട്ടിയിട്ടുണ്ട്, അപ്പോൾ അവിടെ ഞാൻ ഇട്ടുതരാമെന്ന് പറയും. ഷർട്ട് മാറ്റാൻ പറയുമ്പോൾ വിക്രം പറയും വേണ്ട ഞാൻ പൊട്ടിക്കോളാം എന്ന് പറയും. എൻ്റെ വിക്രം അത് ഷർട്ട് മാറ്റിയിട്ട് എടുത്ത് തേക്കും. ദേഹമൊക്കെ ഭയങ്കര പെയിനാട്ടോ. എൻ്റെ ആ ഓയിൽമെൻറ്റ് തേക്കാൻ നോക്കുമ്പോൾ എത്തുന്നില്ല. അപ്പോൾ വേദ പറഞ്ഞേ അതെ ഞാൻ പുരട്ടി തരട്ടെ എന്ന് ചോദിക്കുമ്പോൾ വേണ്ട നീ തേക്കണ്ട. പിന്നെ അവിടെ അപ്പോൾ പിന്നെ വേദ നിർബന്ധിച്ച് അതൊക്കെ തേച്ച് കൊടുക്കുകയാണ്. അപ്പം ആ ഒരു സ്നേഹം വേദ അവിടെ കാണിക്കുകയാണ്. എന്തായാലും തൻ്റെ വിക്രം നല്ല രീതിയിൽ തിരിച്ചു വരും എന്നുള്ള ഒരു വിശ്വാസമാണ് വേദയ്ക്കുള്ളത്. പക്ഷേ വിക്രമിനും മനസ്സുകൊണ്ട് ആ ഒരു രീതിയിലൊക്കെ അക്സെപ്റ്റ് ആയിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഏകദേശം ഇന്നത്തെ ഒരു ഇൻട്രോയിൽ വരുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നമ്മുടെ വിക്രം ശബരിമലയ്ക്ക് പോകാൻ വേണ്ടി 41 ദിവസത്തെ വ്രതം നോറ്റ് മാലയിടുന്ന രംഗമാണ് മെയിൻ ഇതിൽ വരുന്നത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്കിൽ ഏകദേശമൊക്കെ വരുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിക്രം പല കാര്യങ്ങളും അടിപിടി അല്ലെങ്കിൽ അങ്ങനെയുള്ള വഴക്കുണ്ടാക്കൽ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ വിക്രം പൂർണ്ണമായിട്ടും അങ്ങ് അവോയ്ഡ് ചെയ്യുകയാണ്. അങ്ങനെയൊക്കെയുള്ള കേസ്. പിന്നെ വിക്രമിനെ ഒരു ഗ്യാങ്ങുകൾ ചേർന്ന് വേദയും വിക്രം ഒരുമിച്ചുള്ള സമയത്ത് ആക്രമിക്കാൻ വരികയും വിക്രമിനെ തല്ലുകയും അങ്ങനെയൊക്കെയുള്ള ഒരുപാട് സീനുകൾ ഇനി വരുന്ന ആഴ്ചകളിൽ ഓരോ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഓരോ ദിവസത്തെയും നമ്മുടെ പവിത്രം സീരിയലിൻ്റെ പ്രൊമോകൾ നമുക്ക് കാണാം. അതിൻ്റേതായ രീതിയിൽ ഓരോ ദിവസത്തെയും പ്രൊമോ ഞാൻ നിങ്ങളുടെ മുന്നിൽ കൃത്യമായിട്ട് എത്തിക്കുന്നതാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് കണ്ട് സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത മുത്തുമണികളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബൊക്കെ ചെയ്ത് നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ നമ്മുടെ നിങ്ങളുടെ ഈ നമ്മൾ സീരിയൽ പ്രൊമോ ഒക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിരുചിക്ക് ഏത് രീതിയിലാണോ വേണ്ടത് അതിനെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിലൂടെ
വീഡിയോയിലൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണമെങ്കിൽ നമുക്കും അതൊരു എളുപ്പമാണ്. നിങ്ങളുടെ കമൻറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ ഒന്ന് കാണുക, പ്രൊമോ വീഡിയോസും ഷോർട്സും ഒക്കെ ഒന്ന് കാണുക. കണ്ട് നിങ്ങളെ അഭിപ്രായങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഒന്ന് അറിയിക്കുക. അങ്ങനെയാകുമ്പോൾ നമുക്കൊരു സന്തോഷമല്ലേ. അപ്പോൾ എല്ലാവരും നല്ലൊരു സപ്പോർട്ട് തരുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും ഇന്ന് സൺഡേ ആയിട്ട് അടിപൊളിയായിരുന്നു എന്നൊക്കെ കരുതണു. ഇന്ന് എന്തൊക്കെയായിരുന്നു പ്രോഗ്രാം. അപ്പോൾ എല്ലാവരും നമ്മുടെ പ്രൊമോ വീഡിയോയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. എല്ലാവരോടും ശുഭദിനം. എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക് യു.